അല്ല, ഈ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇത് എന്ത് ഭാവിച്ചിട്ടാ? ആ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രായമെങ്കിലും ഒന്നും മാനിക്കണ്ടേ? ഒരാളെ ഇങ്ങനെ വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുമോ? അദ്ദേഹത്തിന് അറിയാം ഈ വി ഡി സതീശൻ എന്ന് പറയുന്ന പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും അറിയാം, ഇപ്പം മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ കുറച്ചും കൂടി മൂർച്ച കൂടിയതേ ഉള്ളൂ. അത് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ആളാണ്, ഒരു വിഷനുള്ള ആളാണ്. വെറുതെ മുടന്ന ന്യായവും പണ്ടത്തെ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് മറ്റേ ബൂർഷ്വാ ചിന്താഗതിയും പ്രൈവറ്റൈസേഷനും ഇതൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പം ജനത്തിന് പോലും ഇതൊക്കെ കേട്ടിട്ട് ചിരിക്കാനേ തോന്നുള്ളൂ, വേറെ ഒന്നും തോന്നില്ല, വെറും പുച്ഛം മാത്രമേ ഉള്ളൂ. അതും എഴുതി കൊടുത്തത് വായിച്ച് പറയാനല്ലാണ്ട് വേറൊരു കുന്തോട്ട് അറിയുകയില്ല. ഞാൻ കൂടുതലൊന്നും പറയാനില്ല. ഇത് കുറേ പഞ്ച് ഡയലോഗുകൾ നിങ്ങൾ കണ്ടു നോക്കുക. അവസാനത്തെ ഡയലോഗാണ് സൂപ്പർ. പ്രതിപക്ഷ നേതാവ് ആക്ഷേപിച്ചെന്ന് പറഞ്ഞു, സ്വകാര്യ നിക്ഷേപങ്ങളെ മുഴുവൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ബജറ്റ് എന്ന് പറഞ്ഞു. ശരിയാണ്. അല്ല, കേൾക്ക്, അദ്ദേഹത്തിന്റെ ആക്ഷേപത്തെ ഞാൻ പൂർണ്ണമായി സ്വീകരിക്കുന്നു. സ്വകാര്യ നിക്ഷേപം ഇവിടെ ഉണ്ടാവണം. ഈ 87,000 കോടി രൂപയുടെ കടവും ഇപ്പൊ കൊടുക്കേണ്ട ബാധ്യതയും 5 ലക്ഷം കോടി രൂപയുടെ കടവുള്ള ഒരു സംസ്ഥാനത്തിന് ഏത് കാര്യമാണ് ഒരു സെക്ടറിൽ, പബ്ലിക് സെക്ടറിൽ തുടങ്ങാൻ പറ്റുന്നത്? പിന്നെ തുറമുഖത്ത് പ്രൈവറ്റൈസേഷൻ, അദാനി ഇവിടെ പോർട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ എടുത്ത പിണറായി വിജയനാണ് വന്നിട്ട് സ്വകാര്യ മേഖല. ഞാൻ ചോദിക്കട്ടെ, പോർട്ടിൽ നിക്ഷേപിക്കാനുള്ള പണം സംസ്ഥാനത്തിനുണ്ടോ? ഒരു പുതിയ ഒരാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നില്ല. ഉള്ള ജോലിയിൽ നിന്ന് ആള് റിട്ടയർ ചെയ്യുമ്പോൾ കോൺട്രാക്ട് ലേബറെ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ പബ്ലിക് സെക്ടർ നടന്നുകൊണ്ട് പോകുന്നത്. 25 കൊല്ലം പുറകെ നടക്കുവാണ് കേരളം. ഞങ്ങൾ അതിനല്ല വന്നിരിക്കുന്നത്. ജീവനക്കാർക്കാകെ വിസ്മയമുണ്ടാകും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അന്വേഷിച്ച് നോക്കണം. ഞാനൊരു വിസ്മയം കണ്ടില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. കഴിഞ്ഞ സർക്കാർ അധികാരമൊഴിയുമ്പോൾ DA കൊടുത്തു തീർത്തിരുന്നു. കുടിശ്ശിക നൽകാനുണ്ടായിരുന്ന തുക 5 ഗഡുക്കളായി നൽകുമെന്ന ഉറപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. ഇത് സംബന്ധിച്ച് ബജറ്റിലൊന്നും. ഈ ചോദ്യം ചോദിക്കാൻ ഏറ്റവും യോഗ്യനായ ആളാണ് അദ്ദേഹം. ഈ കുടിശ്ശിക മുഴുവൻ വരുത്തിയതാരാണ്? അധികാരത്തിൽ 10 കൊല്ലം അധികാരത്തിൽ ഇരുന്നിട്ട് ഈ കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ചിട്ട് അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞിട്ട് പുതിയൊരു ഗവൺമെന്റിനോട് ചോദിക്കുക, അത് കൊടുക്കുന്നില്ലെന്ന്. ആര് വരുത്തിയ കുടിശ്ശികയാണ്? ഞങ്ങൾ വരുത്തിയ കുടിശ്ശികയാണ്. ഇത്രയും വർഷക്കാലം കുടിശ്ശിക മുഴുവൻ വരുത്തി വെച്ച പിണറായി വിജയൻ വന്ന് ഈ ചോദ്യം എന്നോട് ചോദിക്കണ്ട. 1 ലിറ്റർ പോലും ഉണ്ടാക്കിയില്ലല്ലോ. 10 കൊല്ലം ഇരുന്നിട്ട് 1 ലിറ്റർ പോലും ഉണ്ടാക്കിയില്ലല്ലോ. ചുമ്മാ വെറുതെ വർത്താനം. അല്ലല്ല, ലെറ്റ് മീ കംപ്ലീറ്റ്. നിങ്ങൾ കുറെ നേരമല്ല ചോദിക്കുന്നത്. നീ കംപ്ലീറ്റ്. കേന്ദ്ര സമ്മർദ്ദത്ത് ആദ്യം പറ. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ, കേരള ഗവൺമെന്റ് സീഡ്സ് ഗ്രൗണ്ട് എഗ്രീസ് ടു റീനെയിം ഹെൽത്ത് സെന്റേഴ്സ് ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേരിടുന്നതിന്റെ പേരിൽ 2 കൊല്ലം പൈസ മേടിക്കാതിരുന്നു. മനസ്സിലായില്ലേ? ഇതാണ് കാര്യങ്ങള്. അപ്പൊ വെറുതെ ഞാൻ ചെയ്യട്ടെ, ഒരു വിരൽ ഇങ്ങോട്ട് ചൂണ്ടുമ്പോ 4 എണ്ണം സ്വന്തം നെഞ്ചിലേക്കാണെന്ന് വിചാരിച്ചാൽ മതി. പറയുമ്പോ എല്ലാത്തിനും കൃത്യമായ മറുപടി ഉണ്ട്.